എന്തേ? നിങ്ങൾക്ക് സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ സ്മാർട്ട് സ്ക്രീനിന്റെ നോ. ഇല്ല. അപ്പൊ ഇതിന്റെ പ്രശ്നമല്ലല്ലേ? ഞാൻ കുറെ നോക്കുന്നു. ആരാണ് പ്രയർ? ഞാൻ പോരെ? അങ്ങനെ മതി. ധൈര്യമായിട്ട് പാടിക്കോ. ആരാണ് സൈൻ ഇൻ സൈൻ ഔട്ട് ഒക്കെ? എല്ലാരും പറയും. ഇതിലൊരു റഷീദ് ഉണ്ട്. ആര്? റഷീദ് ഫോട്ടോ കണ്ട് പേരും. സൈൻ ഇൻ ആരെങ്കിലും റെഡിയാണോ? Okay, good morning to you all. ഗുഡ് മോർണിംഗ്. Good morning, ma'am. ഗുഡ് മോർണിംഗ്. Okay, start it now. യെസ് മാം. Okay, start ചെയ്തോളൂ.
let's start with prayer. ലോകൈകനായക രക്ഷയ്ക്ക് ഞങ്ങളെ മഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ടു ശുദ്ധി സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി ലോകൈകനായക രക്ഷയ്ക്ക് ഞങ്ങളെ മഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ടു ശുദ്ധി സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി സമഭാവ സർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാർദ്ര സാഗരമാക്കി സമഭാവ സർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാർദ്ര സാഗരമാക്കി കൈകോർത്തു യോജിച്ചു മുന്നോട്ടു പോകാൻ കാരുണ്യവാനീ സൽബുദ്ധിഗു ലോകൈകനായക രക്ഷിക്ക് ഞങ്ങളെ മഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ട ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി ജനതൻ ചിന്തയിൽ കൺമണിയായി നിതരാം വസിക്കാം പരം പൊരുളേ നീ ജനതൻ ചിന്തയിൽ കൺമണിയായി നിതരാം വസിക്കാം പരം പൊരുളേ നീ ജനതൻ മാനസ കൂരിരുൾ നീക്കി ധവള പ്രകാശം ചൊരിയു നീങ്ങും ലോകൈകനായക രക്ഷിക്ക് ഞങ്ങളെ മഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ട് ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. താങ്ക് യു മാം. Okay, yeah. Then sorry. Never cry for the person who hurts you. Just smile and say, APJ Abdul Kalam. Thank you, ma'am. Okay, then okay, കഴിഞ്ഞോ? ഓക്കെ മാം. കഴിഞ്ഞു. സൈൻ ഒന്നുമില്ല അപ്പോ. സൈനിനില്ല, ആരും ചെയ്യാറില്ല. ടൈം ഉണ്ടോ മാം? ടൈം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ടൈം ഇല്ലല്ലോ. വേണ്ട വേണ്ട, കുഴപ്പമില്ല. പറയണോ? ഒട്ടും ടൈമില്ല കേട്ടോ. നിങ്ങൾ റെഡിയാ? ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇംഗ്ലീഷ് ക്ലാസ്സിന് ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യും. ഓക്കെ, എന്ത് കാര്യമാണെങ്കിലും, അത് പ്രെയർ ആണെങ്കിലും പ്രൊട്ടക്ടറി ആണെങ്കിലും സൈൻ ആണെങ്കിലും പെട്ടെന്ന് തീർക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ക്ലാസ് ലേറ്റ് ആയത് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് കേട്ടോ. ഈ കറക്റ്റ് ടൈം ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. ഓക്കെ, അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ വേർഷൻ നിങ്ങൾ കറക്റ്റ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് മാക്സിമം നോക്കാം കേട്ടോ. യെസ്, ഓക്കെ, ഇനി ഉദ്ദേശിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. കഴിഞ്ഞു. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തോ നമ്മള്? യെസ് മാം. പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. ഡൗട്ട് ഒന്നുമില്ലല്ലോ, ക്ലിയർ ആണ്. Then moving on the next tense, the last one is future tense. Okay, future tense is not ഫ്യൂച്ചർ ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരെ എടുത്തു. എന്തോ ഫ്യൂച്ചർ ടെൻസ് കംപ്ലീറ്റ് ചെയ്തു മാം. ആണോ? ടെൻസ് കഴിഞ്ഞോ? യാ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അവിടം വരെ എടുത്തു. അപ്പൊ കഴിഞ്ഞു. ടെൻസ് ഇല്ല. ഓക്കെ, ക്ലിയർ. ഓ, സമാധാനം. ഞാൻ ഫാസ്റ്റ് ആണ് വിചാരിച്ചിരിക്കേ. ഓക്കെ, അപ്പൊ ടെൻസ് കഴിഞ്ഞു. ഇനി ടെൻസ് വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ക്ലിയർ അല്ലേ? ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്. റിവൈൻഡ് ചെയ്യണോ?
ചെയ്യണോ? പുതിയത് എന്തെങ്കിലും പഠിച്ചിട്ട് പോരെ മാം? എന്തെങ്കിലും ടൈം ഇല്ലെന്നല്ലേ പറഞ്ഞത്? പ്രിവെന്റ് ചെയ്താൽ. കാരണം നിങ്ങളുടെ ഈ ചാപ്റ്റർ ഉണ്ടല്ലോ, 4th ചാപ്റ്റർ, ടെൻസ് എന്നാണ് പേരെങ്കിലും ഞാനിപ്പോ നിലവിൽ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും ടെൻസിൽ ഇല്ല, ഈ ചാപ്റ്ററിൽ ഇല്ല. ഓക്കെ, പക്ഷെ എന്നാൽ ആവശ്യമാണ്. ടെൻസ് അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിലെ ഈ പറയുന്ന ഈ ആക്റ്റീവ് വോയിസ് പഠിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ഇത് ആക്റ്റീവ് വോയിസിലേക്ക് പോവാം കേട്ടോ. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്, നോട്ട് എടുക്കട്ടെ. ഓക്കെ, ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ഇപ്പോ ഷീസ് റൈറ്റിംഗ് എ ലെറ്റർ, അല്ലെങ്കിൽ ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറഞ്ഞു. അത് മലയാളം എന്ന് പറയുന്നത് അവൾ ലെറ്റർ എഴുതുന്നു എന്നാണ്, അല്ലെ? അത് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റാന്ന് പറയുമ്പോ അവളാൽ ലെറ്റർ എഴുതപ്പെട്ടു. മനസ്സിലായോ? അങ്ങനെയാണ് പറയാ, അവളാൽ ലെറ്റർ എഴുതപ്പെട്ടു. ഇങ്ങനെയാണ് പാസീവ് വോയിസ്. പക്ഷെ എല്ലാ പാസീവ് വോയിസും നമുക്ക് മലയാളത്തിൽ പറയാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഒരുമാതിരി അപാകതയായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും പാസീവ് വോയിസിനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ഓക്കെ, ഇപ്പോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഒരാളത് ചെയ്യപ്പെട്ടു, കത്തെഴുതപ്പെട്ടു, അയാളാൽ ഒരു പാട്ട് പാടി എന്നൊക്കെ പറയാം, എഴുതപ്പെട്ടു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സാധനമാണ് കേട്ടോ. അവിടെ എല്ലാ ടെൻസിലും എനിക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. സംഭവം മനസ്സിലായല്ലോ? എന്താണ് പാസീവ് വോയിസ് എന്ന് മനസ്സിലായോ? ഓക്കെ, ഇല്ല. ഇല്ല, വെരി ഗുഡ്. അതായത് ഞാൻ ക്ലാസ് എടുക്കുകയാണ്, ഐ ആം ടീച്ചിങ്. ഓക്കെ, നമുക്ക് വേറെ രീതിയിലും പറയാം. ആ രീതിയിൽ നമുക്ക് പറയാറില്ല, പൊതുവേ പറയാറില്ല. ടീച്ചറാൽ ക്ലാസ് എടുക്കപ്പെട്ടു അങ്ങനെ പറയുന്നതാണോ നല്ലത്? ടീച്ചർ ക്ലാസ് എടുത്തു എന്ന് പറയുന്നതാണോ നല്ലത്? ടീച്ചർ അതാണ് ഏറ്റവും സിമ്പിൾ. പക്ഷെ നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ. ഒരു നോവൽ ഷേക്സ്പിയർ എന്താണ്, മാക്ബത്ത് ഷേക്സ്പിയറാൽ എഴുതപ്പെട്ടതാണ് എന്നൊക്കെ പറയില്ലേ? റിട്ടൺ ബൈ ഷേക്സ്പിയർ എന്ന് പറയും ഇല്ലേ? അത് തന്നെയാണ് ഈ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാല് നമ്മളത് യൂസ് ചെയ്യേണ്ട വലിയ ആവശ്യം വരുന്നില്ല. അങ്ങനെയാ? ഒരിക്കലും ഇല്ല. അത് നമ്മള് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിലൊന്നും ഈ സംഭവം ആവശ്യമില്ല. ഓക്കെ, പറയാൻ പാടില്ല, അതും സത്യം. പറയാതിരുന്നാ പോരെ, ഇതൊക്കെ ആവശ്യമില്ല. എന്നാലും അറിയണ്ടേ പാസീവ് വോയിസ് എന്താണെന്ന് അറിയണ്ടേ? ഇംഗ്ലീഷിൽ ഗ്രാമർ ആണ്, അപ്പൊ ഇതൊക്കെ അതിൽ പെടും. ഓക്കെ, അപ്പോ ഓരോ ടെൻസിലും എല്ലാ ടെൻസിലും പാസീവ് വോയിസ് ഇല്ല കേട്ടോ. ഓക്കെ, ഇതിവിടെ അതായത് ഇപ്പോ ഷീ പ്ലേസ് ക്രിക്കറ്റ് അല്ലെങ്കിൽ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു. ഇതില് നമ്മള് കുറച്ചുകൂടെ ഇതില് ഫോക്കസ് ചെയ്യുന്ന സബ്ജക്റ്റിനെയാണ്, അല്ലെ? ഹി പ്ലേസ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. അവരാണ് അവിടെ ഇമ്പോർട്ടന്റ്, അല്ലെ? പാസീവ് വോയിസിൽ അങ്ങനെയല്ല, ഒബ്ജക്റ്റ് ആണ് ഇമ്പോർട്ടന്റ്. ഈ അവൻ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അവനും, ഒബ്ജക്റ്റ് എന്താണ്? ക്രിക്കറ്റും ആണ്. പാസീവ് വോയിസിലേക്ക് വരുമ്പോ എന്താണ്? നേരെ തിരിച്ചാണ്. അവിടെ ഫസ്റ്റ് വരേണ്ടത് ഒബ്ജക്റ്റ് ആണ്. ക്രിക്കറ്റ് അവനാൽ കളിക്കപ്പെട്ടു എന്നാ പറയാം. ഓക്കെ, അതാണ് ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും തമ്മിലുള്ള വ്യത്യാസം. ഓരോ ടെൻസിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സ്ട്രക്ചർ വൈസ് നമുക്ക് പഠിക്കാം. ഇപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഹി പ്ലേസ് ക്രിക്കറ്റ്, അതൊരു ആക്റ്റീവ് വോയിസ് ആണ്. അത് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റാം. അപ്പൊ നോട്ട് എഴുതെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ നോട്ട് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഓരോ എക്സാമ്പിൾ വീതം എഴുതാം ബാക്കി. അപ്പൊ ഒരു കാര്യം ഞാൻ ക്ലാസ് പറയട്ടെ, അതിനുശേഷം ഞാൻ എക്സാമ്പിൾ തരാം, അത് നിങ്ങൾ നോട്ട് എഴുതിയാൽ മതി. അപ്പോ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് ആണ്, അല്ലെ? അപ്പൊ നമുക്ക് സ്ട്രക്ചർ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റും. സ്ട്രക്ചർ എന്താണ് ഇവിടെ? ഒബ്ജക്ട് പ്ലസ്
is, am, are plus V3 plus by plus subject. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് എന്ത്? ഒബ്ജക്ട് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ സ്ട്രക്ചറിന്റെ ആവശ്യം വേണ്ടി വരില്ല. സിമ്പിൾ ആണ് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ എന്ന് പറയുന്ന ആക്റ്റീവ് മാറ്റാനുള്ളത് പാസീവ് ആക്റ്റീവ് മാറ്റാനുള്ളത്, പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് മാറ്റാനുള്ളതല്ലേ ഇത് ഈ ഫോം? ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസിലേക്ക് മാറ്റാനുള്ള. അപ്പോ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസ് ആണ്. ഇതില് സബ്ജക്ട് ഹി, ഒബ്ജക്ട് ക്രിക്കറ്റ് ആൻഡ് പ്ലേ ഇസ് വേർബ്. ഓക്കെ, അപ്പൊ ഈ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് നോക്കി. ഫസ്റ്റ് എന്ത് വരണം? ഒബ്ജക്റ്റ് വരണം. ക്രിക്കറ്റ് ആണ് ഇവിടെ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്രിക്കറ്റ് എഴുതാം. ദെൻ ക്രിക്കറ്റ് എന്ന് പറയുന്ന വേർഡ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. സിംഗുലർ ആണെങ്കിൽ ഈസ് എഴുതാം, പ്ലൂറൽ ആണെങ്കിൽ ആർ എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ വി യൂസ് ഓക്സിലറി ഈസ്. ക്രിക്കറ്റ് ഈസ്. ദെൻ വെർബ്, വെർബിന്റെ V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ പ്ലേ എന്താവും? Played ആവും. അപ്പൊ ക്രിക്കറ്റ് ഈസ് പ്ലേഡ്. ദെൻ ബൈ പ്ലസ് സബ്ജക്ട്. ബൈ ഓൾറെഡി ഉണ്ടാവും കേട്ടോ. ബൈ ആരാണ്? സബ്ജക്ട് ഹി ആണ്. അത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഹിം ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഈ ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഐ എന്തായിട്ട് വരും? മീ ആയിട്ട് വരും. ബി അസാകും. യു തന്നെയാണ്. ഹി ഹിം ആകും. ഷി ഹർ, ഇറ്റ് ഇറ്റ്. ഇങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ സബ്ജക്ട് മാറ്റം വരാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? കുറച്ച് എക്സസൈസ് ചെയ്യാം നമുക്ക്. ഓക്കെ മാം. He eats mangoes. He eats mangoes. പെട്ടെന്ന് എല്ലാവരും നെക്സ്റ്റ് ചെയ്യും. He eats mangoes. തെറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ തെറ്റിയാലും കുഴപ്പമില്ല. ചെയ്യാം. പഠിച്ചല്ലോ. സിമ്പിൾ അല്ലേ? അല്ലേ? ഫസ്റ്റ് ഒബ്ജക്ട് ഏതാണ്? ഒബ്ജക്ട് ഏതാണ്? മാംഗോ. മാംഗോ ആണ്. മാംഗോസ് ആണ്. മാംഗോസ് ആയതുകൊണ്ട് 6 വരും. 6 വരും. പിന്നെ വേർബിന്റെ V3 form eaten by him. Mangoes are eaten by him. Okay, simple. Clear ആയല്ലോ എല്ലാവർക്കും? അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. She sings a song. She sings a song. ഒബ്ജക്റ്റിന്റെ കൂടെ ഏത് ആർട്ടിക്കിൾ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യണം കേട്ടോ. വാസ്. എന്തിനാ വാസ്? എന്തിനാണ്? സ്ട്രക്ചർ നോക്കൂട്ടോ. എന്താ നിങ്ങളുടെ ക്ലാസ്സിൽ ആർക്കെങ്കിലും കുറച്ചു പേർക്ക് മനസ്സിലായാൽ തന്നെ എനിക്ക് സമാധാനമാണ്. ബാക്കി നിങ്ങൾ ഗ്രൂപ്പിൽ പോയി ഡിസ്കസ് ചെയ്തോളൂല്ലോ. ഓക്കെ, അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എ സോങ് ഈസ് സങ് ബൈ ഹർ. കറക്റ്റ് ആണ്. എ സോങ് ഈസ് സങ് ബൈ ഹർ. എ സോങ്. കാരണം ആർട്ടിക്കിൾ വന്നാൽ അത് ആർട്ടിക്കിൾ ഒബ്ജക്റ്റിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ
They read books. They read books. Okay, here books are read by them. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ആദ്യം പറഞ്ഞപ്പോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ക്ലിയർ ആയി എല്ലാവർക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ആക്റ്റീവ് വോയിസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം? വെരി സിമ്പിൾ. ഓക്കെ, ഓക്കെ. അപ്പൊ അടുത്ത ടെൻസിലേക്ക് പോവാണല്ലോ. ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ദ ബുക്സ് എന്ന് കൊടുക്കുന്ന തെറ്റല്ലേ? തെറ്റാണ്. ബുക്സ് വേണ്ടട്ടോ. ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞില്ലല്ലോ. They read books എന്നാ പറഞ്ഞോളൂ. അപ്പൊ ബുക്സ് മാത്രം മതി. ആർട്ടിക്കിൾ ഞാൻ നമ്മൾ തന്നീല് ആക്റ്റീവ് വോയിസിൽ ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ പാസീവ് വോയിസിൽ ആർട്ടിക്കിൾ എഴുതാൻ പാടുള്ളൂ. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, മാറിപ്പോകരുതേ. ആക്റ്റീവ് വോയിസ് സെയിം തന്നെ ആയിരിക്കണം. ഒന്നും എക്സ്ട്രാ ആഡ് ഒന്നും ചെയ്യണ്ട. ബുക്സ് ആർ റെഡ് ബൈ ദം എന്നാ വരാം. ഒരു എക്സാമ്പിൾ വേണോ? It drinks milk. It drinks milk. പാസീവ്സിലേക്ക് മാറ്റിക്കോളൂ. നിങ്ങൾ മലയാളം ഒന്നും നോക്കണ്ട. ഓക്കെ, B3ക്കും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. Milk is drank by it. ഇത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കണ്ട. ഓക്കെ, drunk ആണ്. Drink, drank, drunk. അപ്പൊ B3 ഫോം drunk ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസില് സ്ട്രക്ചർ നോക്കൂ. ഒബ്ജക്ട് പ്ലസ് is a mar plus being plus B3 plus by plus S. സബ്ജക്ട്, അതായത് ഒരു ബീയിങ് ഉണ്ടെന്നേ ഉള്ളൂ. കാരണം അവിടെ ING ഫോം ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്താണ്, ഒരു ബീയിങ് ആഡിങ് ആണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് സ്ട്രക്ചർ നോക്കാണ്ട് സ്ട്രക്ചർ ഒന്നും കൂടെ പറഞ്ഞേ. പറഞ്ഞുതരാം. He is writing a letter. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. ഇതില് എന്താണ്, ING ഫോം ആണ്. റൈറ്റിംഗ് ഉണ്ട്. അപ്പൊ ING ഫോം നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു വേർഡും കൂടെ വേണം. ഓക്കെ, അപ്പൊ ഇവിടെ ലെറ്റർ ആണ് ഇതിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് വരാം. ലെറ്റർ എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഓക്സിലറി ആയ ഈസ് യൂസ് ചെയ്യുന്നു. ING ഫോം ഉള്ളതുകൊണ്ട് എന്ത് വരും? ബീയിങ്. അപ്പൊ ഓക്സിലറിക്ക് ശേഷം ബീയിങ് യൂസ് ചെയ്യുന്നു. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് പോലെയാണ്. റിട്ടൺ ബൈ ഹിം. A letter is being written by him. ക്ലിയർ ആയോ? അതായത് ഒരു സ്ട്രക്ചർ പഠിച്ചാല് നമുക്ക് അതിനെ കണക്ട് ചെയ്ത് എല്ലാ ടെൻസിലെയും സ്ട്രക്ചേഴ്സും പഠിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. A letter is being written by him. Next, they are eating mangoes. They are eating mangoes.
Yeah. Mangoes are being eaten by the. Correct. Symbol. Next. She is reading book. Yeah. Okay, it's being read by her. Okay, it's being read by Guttala. Haranata Aisha. ടൈപ്പിംഗ് മിസ്റ്റേക്ക് മാം. A book is being read by her. Yeah, correct. And present continuous in next present perfect ആണ്. Present perfect structure നിങ്ങൾക്കൂടെ auxiliaries ആണ്. ഏതാമാരാണ് വന്നെങ്കിൽ perfect ആയതുകൊണ്ട് എന്തായിരിക്കും വരാ? Has or have ആണ് വരാ. Then കൂടെ ഒരു been ഉണ്ടാകും. അത്രയേ ഉള്ളൂ വ്യത്യാസം. Clear? Has or have plus been. ബാക്കി എല്ലാം സെയിം ആണ്. ഓക്കെ, ട്രൈ ചെയ്യാം നമുക്ക്. സ്ട്രക്ചർ നോക്കണ്ട, അല്ലാതെ നമുക്കൊന്ന് എഴുതി നോക്കാം. He has eaten biryani. He has eaten biryani. ഒബ്ജക്ട് ഏതാണെന്ന് നോക്കാം. ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഏത് ഓക്സിലറി ഏത് മോഡൽ വേർബ് ആണെന്ന് നോക്കാം. ഹാസ് ആണോ ഹാവ് ആണോ നോക്കാം. Then see. കൂടെ ഒരു ബീൻ ഉണ്ട്. ഹാസോ ഹാവോ കഴിഞ്ഞിട്ട് ഒരു ബീൻ ആഡ് ചെയ്യാം. സിംഗുലർ ഒബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസും പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ആണ് വരാം. Biryani has been eaten by him. Yeah, correct. They have eaten mangoes. They have eaten mangoes. Just wait a second. Is that? Mangoes have been eaten by the. Yeah. Correct. Mangoes have been eaten by the. അപ്പോ present tense complete ചെയ്തു. Simple present, present continuous and present perfect. ഇതില് active voice ല് present perfect continuous tense ഇല്ല. Okay? Okay, clear ആണോ? അല്ല കുറച്ചൊക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സസൈസ് ചെയ്യാം. എല്ലാ ടെൻസ് വൈസ് നിന്നും എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ കുറച്ചൊരു ക്ലിയർ ആവും. ഓക്കെ, അടുത്ത ടെൻസിലൊക്കെ പൊക്കോട്ടെ. ഞാൻ പാസ്റ്റ് ടെൻസിലൊക്കെ പോട്ടെ. പറയൂ. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യൂ മാം. ഈ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. പറയൂ, സ്പീഡ് കൂടിയോ? ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി മാം. മനസ്സിലായോ? ഓക്കെ ആണ്. ഞാൻ സ്പീഡിൽ പോവാൻ കാരണം നമുക്ക് ടേം 1 എക്സാമിന് 1 to 8 ആ ചാപ്റ്റേഴ്സിൽ നിന്നാണ്, അത്രയും ചാപ്റ്റേഴ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. പക്ഷെ നമുക്ക് ഇംഗ്ലീഷ് ആയതുകൊണ്ട്
എനിക്ക് അങ്ങനെ ഓർഡറിൽ പോകാൻ പറ്റില്ല. കാരണം ഒരു ചാപ്റ്റർ എടുക്കാതെ നമുക്ക് ഒരു ചാപ്റ്റർക്ക് പോകാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ? അതായത് ഈ ടെൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 4th ചാപ്റ്റർ ആണ്. ഓക്കെ, 4th ചാപ്റ്ററിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്തൊക്കെ പഠിപ്പിക്കണമായിരുന്നു? അഡ്ജക്റ്റീവ്, പ്രപ്പോസിഷൻ, ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രം ടെൻസിലേക്ക് വരാൻ പറ്റും. അപ്പൊ എനിക്ക് ഇനി ടെൻസ് എടുക്കണം, അതുപോലെ തന്നെ കോൺവേർഡ് എടുക്കേണ്ടി വരും. യൂണിറ്റ് 5 കോൺവേർഡ് എടുക്കണം. ഓക്കെ, ബാക്കി ഓക്കെയാണ്. 5, 4, 5, 6, 7, 8 ബാക്കിയെല്ലാം കംപ്ലീറ്റ്. അപ്പൊ എനിക്ക് ഈ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. എന്നാലാണ് എനിക്ക് ടേം 1 നിങ്ങൾക്ക് എക്സാം വെക്കാൻ പറ്റൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് കേട്ടോ. മറ്റതുപോലെയല്ല, എനിക്ക് ഓർഡറിൽ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണേ ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആക്റ്റീവ് വോയിസിൽ പ്രസന്റ് ടെൻസിൽ ആക്റ്റീവ് വോയിസ് ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? സിമ്പിൾ ആണോ? ഓക്കെ അല്ലേ? എല്ലാവരും ഗ്രൂപ്പിൽ മാക്സിമം ഡിസ്കസ് ചെയ്യാട്ടോ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സസൈസ് ചെയ്യാം. ടൈം കിട്ടുകയാണെങ്കിൽ, ടൈം കിട്ടും എന്തായാലും, കുറച്ചുകൂടെ എക്സസൈസ് ചെയ്ത് കുറച്ചുകൂടെ ക്ലിയർ ആക്കാം. എന്തായാലും ക്വസ്റ്റ്യൻ ചെയ്ത് എന്തായാലും ക്വസ്റ്റ്യൻ വരും എക്സാമിന് കേട്ടോ. ആക്റ്റീവ് വോയിസിന് എന്തായാലും ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെയും വരും. പാസീവ് വോയിസ് വന്നിട്ട് ആക്റ്റീവ് വോയിസ് കണ്ടുപിടിക്കാനും വരും. അതായത് മാംഗോസ് ഹാവ് ബീൻ ഈറ്റൻ ബൈ ദം എന്ന് പറയുന്ന പാസീവ് വോയിസ് ആണ്. ഇതിന് ആക്റ്റീവ് വോയിസ് ഏതാണ് എന്നൊരു ചോദ്യം വരും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ തിരിച്ചു മറിച്ച് ചോദ്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്. എളുപ്പമാണല്ലോ നിങ്ങൾക്ക് അല്ലെ? സിമ്പിൾ അല്ലേ പഠിക്കാൻ? അപ്പൊ നെക്സ്റ്റ് പാസ്റ്റ് ടെൻസിലേക്ക് പോവാണ് കേട്ടോ. പാസ്റ്റ് ടെൻസില് ഫസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റില് സ്ട്രക്ചർ എന്തായിരിക്കും? അപ്പോ നമുക്ക് അവിടെ ഈസ് ആം ആർ ആണ് വന്നെങ്കിൽ ഇവിടെ വാസ് ഓർ വെയർ ആണ്. ഓക്കെ, എക്സാമ്പിള് ഷീ ഏറ്റ് ഐസ്ക്രീം. ഷീ ഏറ്റ് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് നിങ്ങൾ പാസീവ് വോയിസിലേക്ക് മാറ്റി എല്ലാവരും. ഷീ ഏറ്റ് ബിരിയാണി. സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഐസ്ക്രീം വാസ് ഈറ്റൻ ബൈ ഹർ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിന്റെ ടെൻസ് ഏതാണ്, ഏത് ആക്ഷൻ ആണ്, ഏത് ടെൻസിൽ നിന്നാണ് വന്നിരിക്കുന്നത്, അത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. എന്നാൽ മാത്രം നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റും. ബിരിയാണിയോ? ഞാൻ ബിരിയാണി പറഞ്ഞില്ല. ഐസ്ക്രീം. ഐസ്ക്രീം വാസ് ഈറ്റൻ ബൈ ഹർ. കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് they eat mangoes ആണ്. eats അല്ലാട്ടോ, eat ആണ്. they eat mangoes. they eat mangoes. yeah, mangoes were eaten by them. mangoes were eaten by them. clear അല്ലേ? okay, clear? yeah, then അടുത്ത ടെൻസിലേക്ക് പോവാണ് കേട്ടോ. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസിൽ ഇപ്പൊ എന്തായിരിക്കും വരാം? ഒരു ബീയിങ് ഉണ്ട്, അത്രയേ ഉള്ളൂ. വാസ് ഓർ വെയർ ആണ്, കൂടെ ഒരു ബീയിങ് ഉണ്ടാകും. she was reading books. she was reading books. books were being അല്ലാട്ടോ, ഐഷ നോട്ട് ബീൻ. ബീങ് ആണ്. മനസ്സിലായി? ഓക്കെ, ബീങ് ആണ്. ing ഫോം കണ്ടാൽ ബീങ് ആണ് വരാ. പെർഫെക്റ്റ് ആണെങ്കിൽ ബീൻ ആണ് വരാ. ഓക്കെ, ബുക്സ് were being read by her. okay, clear? then they were playing cricket.
Tamanna. Yeah. Sorry. Fatima. പറഞ്ഞോളൂ മാം. അല്ല എന്റെ മിസ്റ്റേക്ക് ആണ്. സോറി. ഞാൻ സോറി പറഞ്ഞു. മാം അവിടെ വാസാണോ അവര്? ക്ലാസ്സല്ലേ ക്രിക്കറ്റ് സിമ്പിൾ അല്ലേ? ഓക്കെ. ഫാത്തിമ വാസാണ്. ക്രിക്കറ്റ് സിംഗുലർ അല്ലേ? അപ്പൊ വാസാണ് കേട്ടോ. സോറി. Okay, clear. Next, അടുത്ത പറഞ്ഞേ. She had completed the work. She had completed the work. She had completed the work. ഞാൻ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ നോക്കി ഇങ്ങനെയായിരിക്കും. ഓൾറെഡി നിങ്ങൾ പ്രസന്റ് പെർഫെക്റ്റ് പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. ഫാസ്റ്റ് അല്ലേ? ഫാസ്റ്റിലെ ഹാസ് ഹാവോ ഇല്ല. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ? സിമ്പിൾ. സബ്ജക്റ്റിന് കൂടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, ദെൻ പെർഫെക്റ്റ് ആയതുകൊണ്ട് ബീൻ ഉണ്ടാകും. പിന്നെന്താ ഇനി എന്താ പറയണ്ടേ? ഒന്നും അറിയണ്ടല്ലോ. ക്ലിയർ അല്ലേ? She had completed the work. എല്ലാരും ചെയ്യും. എല്ലാരും നെക്സ്റ്റ് ചെയ്തേ. The work had been completed by her. Yeah. She had eaten mangoes. She had eaten mangoes. Mangoes had been eaten by her. ഇതില് സിംഗുലർ എന്നോ പ്ലൂറൽ എന്നോ ഒന്നുമില്ല. നമുക്ക് ഹാഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോ പാസ്റ്റ് ടെൻസും കംപ്ലീറ്റ് ചെയ്തു. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് മൂന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞു. പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചറിൽ സിമ്പിൾ ഫ്യൂച്ചറും ഫ്യൂച്ചർ പെർഫെക്റ്റും മാത്രമേ ഉള്ളൂ. ഇതില് കണ്ടിന്യൂസ് ഇല്ല കേട്ടോ. സിമ്പിൾ ഫ്യൂച്ചർ ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെക്സ്റ്റിൽ മാത്രമേ തന്നെ ഉള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റില് ഫ്യൂച്ചർ കണ്ടിന്യൂസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിസ്റ്റേക്ക് ആണേ. അങ്ങനെ ഇല്ല. ഓക്കെ, ഫ്യൂച്ചർ ടെൻസില് പാസീവ് വോയിസിലൊക്കെ മാറ്റാനായിട്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ചെയ്യുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ചെയ്യുന്നു ഇല്ല. ടെക്സ്റ്റ് കൊടുത്തത് തെറ്റാണ്. ഓക്കെ, ആ ബോക്സിലുള്ളതാണോ മിസ് തെറ്റ്? അതെ, സെക്കൻഡ് വൺ. He will be writing a letter എന്ന് പറഞ്ഞിട്ട് a letter will be being written. അങ്ങനെ ഇല്ല. She will sing a song. She will sing a song എന്ന് പറഞ്ഞ ആക്റ്റീവ് വോയിസ് ആണ്. അതിന്റെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റും നോക്കിയേ നിങ്ങള്. Will be വരും. ഓക്കെ, അത്രയേ ഉള്ള വ്യത്യാസം. Will be വരും. Then B3 form, then by subject. A song will be sung by her. A song will be sung by her.
She will eat lunch. She will eat lunch. Lunch will be eaten by her. Yeah. Correct. Then future perfect ആണ് ട്ടോ. Future perfect. She will have written a book. ഇതാണ് future perfect. മാക്സിമസിലൊക്കെ ഒന്ന് മാറ്റി നോക്കിയേ. ഫ്യൂച്ചർ പെർഫെക്റ്റിൽ എന്തായാലും വരാവുന്ന എന്താണ് ഒരു ആഡിങ് വരുന്നത് എന്താണ്? ജസ്റ്റ് ബീൻ അല്ലെ, ബീൻ ആണ് വരാം. ബീൻ മാത്രമേ ആഡിങ് ഉള്ളൂ, ബാക്കി എല്ലാം സെയിം. She will have been written a book. That's all. Sorry, a letter will have been a letter. A book will have been. Being അല്ലാണ്ട് തമ്മിൽ ബീൻ ആണ് കേട്ടോ. ബീൻ ആണ്. പെർഫെക്റ്റ് അല്ലാണ്ട് ബീൻ ആണ് കേട്ടോ. മാറി പോയിരുന്നു നിങ്ങൾക്ക്. പെർഫെക്റ്റ്ലി ബീനും കണ്ടിന്യൂസിലോ ബീയിങ് ആണ് വരാം. ഓക്കെ, അപ്പൊ എ ബുക്ക് ഹാവ് ബീൻ റിട്ടൺ ബൈ ഹർ എന്ന് വരും. എ ബുക്ക് will have been written by her. Yes. ഇത്രയേ ഉള്ളൂ ആക്റ്റീവേഴ്സ്. ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. കുറച്ച് അധികം എക്സ്പ്രസ് ചെയ്യാം. ഒരു 2 എക്സാമ്പിൾ കൂടെ പറയുമോ? ഒരുപാട് പറഞ്ഞുതരാം ഞാൻ. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ആദ്യം എഴുതിയെടുക്കാം കേട്ടോ. ആൻസർ ചെയ്യേണ്ടാലും ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയെടുക്കാം. അതിനുശേഷം ഞാൻ പറയാം. I was writing an email. He was driving a car. We were eating pizza. He had played the piano. They had built a house. They had repaired the bike. They will build a new house. We will watch a movie. She's painting the walls.
They are climbing the mountain. He drinks juice. They draw pictures. She has found her lost keys. They have solved the problems. I will call you later. I will call you later. പെട്ടെന്ന് പറയാം നമുക്ക്. I was writing an email. എന്തായിരിക്കും വരാം? മിസ്സേ പറഞ്ഞോട്ടെ. An email was being written by me. Yeah, an email was being written by me. Okay. He was driving a car. A car was being driven by him. A car was being driven by him. Okay. We were eating pizza. Pizza was eaten by us. Pizza was eaten being by us. Was being. Yeah, pizza was being eaten by പിസ്സ വാസനം വരുമല്ലോ അല്ലേ? പിസ്സ സിംഗുലർ അതല്ലേ നോക്കുന്നേ? അതെ. Pizza. Object ആണ് നോക്കേണ്ടത്. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? He had played the piano. The piano had been played by him. The piano had been played by him. They had built a house. A house had been built by them. A house had been built by them. They had repaired the bike. The bike had been repaired by them. The bike had been repaired by them. They will build a new house. A new house will be built by them. A new house will be built by them. We will watch a movie. A movie will be watched by us. A movie will be watched by us. Watched by us. She is painting the walls. The walls is being painted by her. The walls are being painted by her. Yeah, the walls are being painted by her. They are climbing the mountain.
The mountain is being being climbed climbed by them. The mountain is climbed by them. The mountain is being climbed by them. He drinks juice. Juice is Juice drunk by is him. drunk by him. Juice is drunk by him. They draw pictures. Pictures are drawn by them. Drawn by them. Pictures are drawn by them. She has found her lost keys. her lost keys was found has been found by her. Her lost keys has been found by her. അല്ലേ? ഇവിടെ he has found her lost keys എന്ന് പറയുമ്പോൾ കീസ് മാത്രമല്ല ഒബ്ജക്റ്റിലായിട്ട് വരാം. അവളുടെ കീസ് ആണ്. അപ്പൊ അവളുടെ കീസ് തന്നെയാണ് ഒബ്ജക്റ്റിലായിട്ട് വരേണ്ടത്. മനസ്സിലായോ? her lost keys തന്നെ വരണം. her lost keys Has been found by her. keys plural ആണ്. so use have. Have been her lost keys have been found by her. found by her. എന്ന് വരും. they have solved the problems. The problems have The been problem solved solved by them. The problems have been solved by them. I will call you later. You will be called by me. You will be called later by me. Yeah, correct. Okay, I will call you later എന്ന് പറയുമ്പോൾ you ആണ് object. അപ്പോൾ you Will be called by me called- later. Yeah, you will be called by me later എന്ന് വരും കേട്ടോ. later last ആണ് വരാം. You will be called by me later. I എന്താകും? me ആകും. കുറച്ച് എവിടേക്കോ അവിടേക്കോ ഡൗട്ട് ഉണ്ട് എല്ലാവർക്കും. മിക്കവർക്കും ഉണ്ട്. ഗ്രൂപ്പിൽ നന്നായി ഡിസ്കസ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണ് കേട്ടോ. അവർക്ക് സിമ്പിൾ ആയിട്ട് കളഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർത്ത് ചാപ്റ്ററിൽ പറയാനുള്ളത്. അതായത് കണ്ടോ, ഈ ഓപ്പൺ ദി വിൻഡോ നിങ്ങൾ ടെക്സ്റ്റിലോട്ട് നോക്കിയേ. ഓപ്പൺ ദി വിൻഡോ എങ്ങനെ വരും? ലെറ്റ് ദി വിൻഡോ ബി ഓപ്പൺ. ഇങ്ങനത്തെ കുറച്ച് ഇംപെരേറ്റീവ്സ് പാസീവ് വോയിസ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. എക്സാമിന് ഇങ്ങനത്തെ ഒന്നും വരില്ല കേട്ടോ. പക്ഷെ നിങ്ങളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾ തന്നെ പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, മാം നമുക്ക് പാസീവ് ടു ആക്റ്റീവ് ഉണ്ടോ തിരിച്ച്? ഉണ്ടാവും. തിരിച്ചു ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. പാസീവ് വോയിസ് തന്നിട്ട് ആക്റ്റീവ് വോയിസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വരും. നിങ്ങൾ കുറെ ആകെ ഇമാം ഈ ചാപ്റ്ററിൽ ആകെ നമ്മള് കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റാനുള്ളതും അതല്ലേ ശരിക്കും പഠിക്കേണ്ടത് ഇതില്? ടെൻസ് വോയിസ് നമ്മള് ആക്റ്റീവ് വോയിസ് ഇപ്പൊ ഒരു വേർഡ് തന്നിട്ട് നമുക്കത് പാസീവ് വോയിസിലേക്ക് റീക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു രീതിയിലല്ലേ പഠിക്കേണ്ടത്? അതെ, അതായത് ഇപ്പൊ ആക്റ്റീവ് വോയിസ് തന്നിട്ട് പാസീവ് വോയിസ് കണ്ടുപിടിക്കാനാണ് പഠിക്കേണ്ടത്. പക്ഷെ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ രണ്ടും പഠിക്കുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ഇങ്ങനെയും വരാം. പാസീവ് വോയിസ് തന്നിട്ട് ആക്റ്റീവ് വോയിസ് കണ്ടുപിടിക്കാനും വരും. അതായത് ഷി വാസ് റിട്ടേൺ എ ലെറ്റർ. എ ലെറ്റർ ഈസ് ബീങ് റിട്ടേൺ ബൈ ഹർ എന്നത് പാസീവ് വോയിസ് ആണ്. ഇതിന്റെ ആക്റ്റീവ് വോയിസ് എന്താണ്? എ ലെറ്റർ ഈസ് ബീങ് റിട്ടേൺ ബൈ ഹർ. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. പാസീവ് വോയിസ് ഇല്ലാത്ത ടെൻസുകള് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഫ്യൂച്ചർ കണ്ടിന്യൂസും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ചോദിച്ചത് മറുപടി ഒരു എ ലെറ്റർ ഈസ് ബീങ് റിട്ടേൺ ബൈ ഹർ. ആക്റ്റീവ് വോയിസ് ഏതാ? She was writing a letter. You was writing a letter. Ma'am, letter is being letter എന്ന് പറഞ്ഞ തെറ്റിപ്പോയി. A letter is being written by her. She is writing a letter. He is writing a letter. Yes, she is writing a letter. ഇങ്ങനെയും ചോദ്യം വരും കേട്ടോ. മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഗ്രൂപ്പിൽ തന്നെ കുറെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരുപാട് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഒക്കെ കിട്ടും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും. ഓക്കെ, ക്ലിയർ ആകും, പെട്ടെന്ന് മനസ്സിലാവും. മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അറ്റൻഡ് ചെയ്യാം എല്ലാവരും. അപ്പോൾ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഇനി എന്തെങ്കിലും ആക്റ്റീവ് വോയിസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാം ഈ നോട്ട് അപ്ലോഡ് ചെയ്യൂലേ? നോട്ട് അപ്ലോഡ് ചെയ്യും. നോട്ടും മോക്ക് ടെസ്റ്റും അപ്ലോഡ് ചെയ്യും കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമോ? കാരണം എനിക്ക് 12:30 ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ,
അതിനോട്ട് പറയൂ ആരെങ്കിലും. പറയാമോ? ഹലോ, ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് വി ഡു ഇൻ പ്രസന്റ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചാപ്റ്റർ കഴിഞ്ഞ് ഫ്രീ ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം. കുറെ ദിവസം നിങ്ങളോട് മേലൊക്കെ സംസാരിച്ചിട്ട്. ഓക്കെ, അപ്പൊ യൂണിറ്റ് 5 കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കഴിഞ്ഞു. കുറച്ച് റിവൈൻഡ് ചെയ്യാം, റിവിഷൻ ചെയ്യാം, സംസാരിക്കാം, ടൈം ഉണ്ട്. ഓക്കെ, സോ താങ്ക് യു all. See you on the next class. Okay, Thank you, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.